ഹലോ ഫ്രണ്ട്സ്, ഫണ്ട് അക്കാഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IMC കോയിൻ അഥവാ ഇൻ മെറ്റാ കോയിൻ, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ ഈ വീഡിയോ ദയവ് ചെയ്ത് കാണാൻ. ഇൻ മെറ്റാ കോയിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സപ്ലൈയും അതിൻ്റെ എക്കോസിസ്റ്റവും അതിൻ്റെ പ്രൊജക്റ്റുകളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലൈവായിട്ട് തന്നെ നമ്മൾ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ ഓരോ പോർഷനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ IMC കോയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളിൽ ഒന്നാണ് മിൻറ്റേഴ്സ് ഫോഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാനത് പറഞ്ഞിരുന്നു. മിൻറ്റേഴ്സ് ഫോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് എന്താണ് മിൻറ്റിങ്, എന്താണ് മൈനിങ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് നേരെ ഗൂഗിൾ ക്രോമിൽ പോയി നമുക്ക് ലൈവായിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. മൈനിങ് എന്ന് നമ്മൾ സാധാരണ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് മൈനിങ്. അത് ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ക്രിപ്റ്റോ കറൻസിയെ ഖനനം ചെയ്തെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മിൻറ്റിങ്ങിൻ്റെ അർത്ഥവും അത് തന്നെ, ഖനനം ചെയ്യുന്ന വ്യക്തി. മിൻറ്റർ എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്യുന്ന വ്യക്തി, മൈനർ എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്യുന്ന അല്ലെങ്കിൽ ഖനി തൊഴിലാളി എന്നൊക്കെ പറയും. രണ്ടും ഏകദേശം പദങ്ങൾ ഒന്നാണെങ്കിലും മൈനിങ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം കൊണ്ടുള്ള സങ്കീർണമായ പസിലുകൾ കൂട്ടിച്ചേർത്ത് ബ്ലോക്ക് ചെയിനിൽ ക്രിപ്റ്റോ കറൻസിയുടെ പ്രൊഡ്യൂസിംഗ് ആണ് മൈനിങ് എന്ന് പറഞ്ഞാൽ. ഇവിടെ വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. അതിന് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വേണം, ഒരുപാട് ടൈം വേണം. അതൊരു പ്രോസസ്സിങ് ഒരു ലോങ് പ്രോസസ്സാണ്. എന്നാൽ മിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസികൾ അല്ലെങ്കിൽ ടോക്കൺസ് ഒരു വാലറ്റിലോ ഇല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലോ നിക്ഷേപിച്ച് അതിൽ നിന്നും കിട്ടുന്ന റിവാർഡിനെയാണ് മിൻറ്റിങ് എന്ന് പറഞ്ഞാൽ. ഇവിടെ മിൻറ്റിങ് ഫോഴ്സിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പ്രൂഫ് ഓഫ് സ്റ്റേക്കിങ്ങിൻ്റെ കൂടെ പ്രൂഫ് ഓഫ് വർക്ക് കൂടെ ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അത് നേരിട്ട് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ഇതിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പ്രോസസ്സ്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ, ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിനുള്ളിൽ ഫുള്ളി ഡീസെൻട്രലൈസ് ആയിട്ട് എന്താണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് IMC കോയിൻ്റെ ഡെവലപ്പിന് വേണ്ടി അതിൻ്റെ ഓതേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് മിൻറ്റേഴ്സ് ഫോഴ്സ്. സൈറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ mintaurs.org എന്നാണ് വെബ്സൈറ്റ് അഡ്രസ്സ്. നമ്മളത് ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിൻ്റെ പ്ലാൻ ആദ്യം പഠിച്ചതിന് ശേഷം ആപ്ലിക്കേഷനിലേക്ക് വരാം. ആപ്ലിക്കേഷനിലെ ഓരോരോ സെറ്റിങ്സും അത് എങ്ങനെ നിന്ന് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള ഓരോരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചു വന്നാലേ നമുക്കത് നല്ല രീതിയിൽ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് മിൻറ്റേഴ്സ് ഫോഴ്സിൽ ഒരു സാധാരണപ്പെട്ട ആൾക്കും അല്ലെങ്കിൽ പ്രൊഫഷണലായ ഒരു പ്രൊമോട്ടേഴ്സിനും ഇല്ലെങ്കിൽ എക്സ്പാൻഡേഴ്സിനും ഒക്കെ ഇതിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് ഇൻകം ഏൺ ചെയ്തെടുക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുകയാണെങ്കിൽ നമ്മൾ എപ്പിസോഡ് 1, എപ്പിസോഡ് 2 എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. മിൻറ്റേഴ്സ് ഫോഴ്സിൽ ഇതിപ്പം എൻ്റെ മിൻറ്റേഴ്സ് ഫോഴ്സ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൈവായിട്ട് തന്നെ നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ കണക്ട് ചെയ്തുകൊണ്ട് മിൻറ്റേഴ്സ് ഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കയറിയിരിക്കുന്നു. ഇവിടെ നമുക്ക് 3 സബ്സ്ക്രിപ്ഷനാണ് ഉള്ളത്. 10 USDT, 50 USDT, 200 USDT. നിങ്ങളൊരു ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാത്രം നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഒരു ഇൻവെസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ROI, അതാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അതാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് ഇരിക്കുക. ഇന്ന് കാണുന്ന ഒട്ടുമിക്ക എല്ലാ പ്ലാനുകളും സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം ആയാലും ക്രിപ്റ്റോ കറൻസിയുടെ മറ്റ് തലങ്ങളിലുള്ള എന്ത് സ്റ്റേക്കിംഗ് ആയാലും മൈനിങ് ആണെങ്കിലും ഉള്ള
പ്ലാറ്റ്ഫോം ആണെങ്കിലും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ ഇല്ലെങ്കിൽ നിർബന്ധത്തിൽ നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ആ സൈറ്റ് തുറന്നു പോലും നോക്കാറുണ്ടാവില്ല. പക്ഷേ ഇവിടെ നമ്മൾ പ്രൂഫ് ഓഫ് സ്റ്റേക്കിങ്ങിൻ്റെ കൂടെ പ്രൂഫ് ഓഫ് വർക്ക് കൂടെ ചെയ്തിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം വെറുതെ കൊണ്ടുപോയി സ്റ്റേക്ക് ചെയ്ത് നമുക്ക് വെറുതെ ഇരുന്ന് ഇൻകം കിട്ടും എന്ന് കരുതണ്ട. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഞാൻ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ബേണിംഗ് ആൻഡ് എമിഷൻ. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്താലും വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇവിടെ 10% ബേണിംഗ് ആകും. അതുപോലെ തന്നെ എന്ത് കോൺട്രാക്റ്റ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്താലും അവിടെ 30% അവിടെ ബേണിംഗ് നടക്കും. അതായത് ടോട്ടൽ സപ്ലൈയിൽ നിന്നുമാണ് അത് ബേൺ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ എത്രത്തോളം ബേൺ ചെയ്ത് പോയി എന്ന് നമുക്ക് BC സ്കാനിൽ പോയി ചെക്ക് ചെയ്യാനും സാധിക്കും. അത് ഓരോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴും എത്ര കോയിൻ ബേണായി, ഇന്ന് എത്ര ബേണായി എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ BC സ്കാനിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഓക്കെ എനിവേ, നമുക്ക് വീണ്ടും പ്ലാനിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാത്രം നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ 10 USDT കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. 1 ഇയർ ആണ് സബ്സ്ക്രിപ്ഷൻ. എല്ലാത്തിനും സബ്സ്ക്രിപ്ഷൻ 1 ഇയർ ആണ്. 50 USDT പ്രൊമോട്ടർ ആയാലും എക്സ്പാൻഡഡ് ആയാലും 1 ഇയർ ആണ് അതിൻ്റെ പാക്കേജ് കാലാവധി. 3 പാക്കേജാണ് നമുക്കുള്ളത്. 10 USDT, 50 USDT, 200 USDT. അതിൽ മിൻറ്റേഴ്സ്, പ്രൊമോട്ടേഴ്സ്, എക്സ്പാൻഡേഴ്സ് എന്നിങ്ങനെ 3 തരങ്ങളിലാണ് ഇവർ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്ററായിട്ട് മാത്രം നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 10 USDT കൊടുത്ത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. 10 USDT മുടക്കി 1 കൊല്ലത്തേക്ക് നമ്മൾ പാക്കേജ് എടുത്താൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലേണിംഗ് ആണ് ചെയ്യേണ്ടത്. ടാസ്ക് ലേണിംഗ്. ഇവിടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1500 IMC കോയിൻ സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ മിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സ്റ്റേക്ക് ചെയ്ത് മിൻറ്റ് ചെയ്ത് കിട്ടുന്ന റിവാർഡ് നമുക്ക് പുറത്തെടുക്കണമെങ്കിൽ അവിടെ ഒരു ടാസ്ക് നമ്മൾ ചെയ്തിരിക്കണം. ഈ ടാസ്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകും. എന്താണ് ഇപ്പോൾ നമ്മൾ കാശ് മുടക്കി സബ്സ്ക്രിപ്ഷൻ എടുത്തു അല്ലെങ്കിൽ പാക്കേജ് എടുത്തു, 1500 IMC കോയിൻ എടുത്തു, സ്റ്റേക്ക് ചെയ്തു, ഇതൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ടാസ്ക് ചെയ്യണം. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ ടാസ്ക് ഹിസ്റ്ററി, ഞാൻ ആദ്യം $10 മുടക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ അടുത്ത പാക്കേജ് എടുത്തു പോയത്. അപ്പം ആദ്യം നമുക്ക് ഓരോ ദിവസവും 7 ദിവസമാണ് നമുക്ക് ടാസ്ക് തരുന്നത് ലേണിങ്ങിന് വേണ്ടി. അത് ഒറ്റ പ്രാവശ്യമേ തരത്തുള്ളൂ. 4 ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, പരിപൂർണമായി ചെയ്യണം. 4 ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് തന്നെ, ആ ഒരു കോൺട്രാക്റ്റ് തന്നെ നമ്മൾ സൈൻ ചെയ്യേണ്ടി വരും. അപ്പം 1500 IMC നമ്മൾ എടുത്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുതൽ നമുക്ക് ടാസ്ക് വന്നു തുടങ്ങും. അതായത് 1500 IMC കോയിൻ്റെ സ്റ്റേക്കിംഗ് റിവാർഡ് 15 മിൻറ്റ് ചെയ്ത് അതിൻ്റെ റിവാർഡ് പുറത്തെടുക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് ടാസ്ക്. ഇതെന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ, ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബയ്യിങ്ങും സെല്ലിങ്ങുമാണ്. ഇപ്പം ഫസ്റ്റ് ദിവസത്തത് ബയ്യിങ് 199 നമ്മൾ IMC കോയിൻ ബൈ എടുക്കാൻ പറയും. അത് ഡെക്സയിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. പാൻകേക്ക് സ്വൈപ്പിൽ നിന്നും നമ്മൾ 199 നമ്മൾ എടുത്തു, 192 വിറ്റു. 99 എടുത്തു, 92 വിറ്റു. അടുത്തത് 202 എടുത്തു, 190 വിറ്റു. ഈ ബയ്യിങ്ങും സെല്ലിങ്ങും എന്തിനാണ് ഇങ്ങനെ ടാസ്ക് ആക്കി വെച്ചിരിക്കുന്നത്? അത് തന്നെ മറ്റൊരു ഹൈലൈറ്റാണ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ക്രിപ്റ്റോ കറൻസി ബയ്യിങ്ങും സെല്ലിങ്ങും അതിൽ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഡെയിലി ബയ്യിങ്ങും സെല്ലിങ്ങും നടക്കുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലാണെന്നും കൂടെ നമ്മൾ വിചാരിക്കണം. ബയ്യിങ്ങും സെല്ലിങ്ങും അത്രത്തോളം ട്രാൻസാക്ഷൻ പിന്നാമ്പുറത്ത് നടക്കുന്ന സമയത്ത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൊക്കെ എന്താകും, അത് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രവുമല്ല ഈ ബയ്യിങ്ങും സെല്ലിങ്ങും ഒരു സ്ട്രാറ്റജിയിലൂടെയാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. അതായത് 199 എടുത്തു, 192 കൊടുത്തു. അപ്പം
കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല അവിടെ നടക്കുന്നത്, അതൊരു പ്രത്യേക അനുപാതത്തിൽ, പ്രത്യേക റേഷ്യോയിൽ, പ്രത്യേക സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് വെച്ച് കൊണ്ടാണ് അവർ ആ ബയ്യിങ്ങും സെല്ലിങ്ങും ടാസ്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കാരണം കോയിൻ്റെ വില ഇടിഞ്ഞു പോവുകയും ചെയ്യരുത്, തീരെ സീറോയിലേക്ക് എത്താനും പാടില്ല. അപ്പോൾ ഈ ഒരു ബയ്യിങ്ങും സെല്ലിങ്ങും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോയിൻ്റെ വില ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ ഇങ്ങനെ ഫിക്സായി നിൽക്കുകയും പതുക്കെ കോയിൻ കൂടി വരാനും ചാൻസ് വളരെ കൂടുതലാണ്. കോയിൻ കൂടി വരാൻ മറ്റൊരു കാരണം എന്താണ്? ബേണിംഗ് ആൻഡ് എമിഷൻ. കോയിൻ്റെ സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പോയിൻ്റാണ് ബേണിംഗ് ആൻഡ് എമിഷൻ. അവിടെ കോയിൻ സപ്ലൈ കുറഞ്ഞു വരികയും ഇവിടെ ബയ്യിങ്ങും സെല്ലിങ്ങും ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയും മറ്റുള്ള പ്രൊജക്റ്റുകളിലൂടെ ഇതിൻ്റെ സർക്കുലേറ്റിംഗ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ കോയിൻ IMC എന്ന് പറഞ്ഞ കോയിൻ നാളെ നല്ല രീതിയിൽ പമ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്ക് തിരിച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ എന്താണ് ടാസ്ക് എന്ന് മനസ്സിലായല്ലോ. ഓരോ ദിവസവും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 12 മണിക്കുള്ളിലായിട്ട് നമ്മൾ ചെയ്താൽ മതി. എല്ലാ ദിവസവും ഒരു ടാസ്ക്കാണ് നമുക്ക് കിട്ടുക. ആ ടാസ്ക് എങ്ങനെ ചെയ്യും, ഏത് രീതിയിൽ ചെയ്യും എന്നൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിലായി വീഡിയോസായിട്ട് വരും. ഓക്കെ, അത് ട്രെയിനിങ് സെക്ഷനിലേക്ക് അതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ട്രെയിനിങ് സെക്ഷനായിട്ട് നമ്മളൊരു എപ്പിസോഡായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ. ടാസ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിവാർഡ് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് മറ്റുള്ള പ്രൊജക്റ്റിനെ അപേക്ഷിച്ച് മിൻറ്റേഴ്സ് ഫോഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബേണിംഗ് ആൻഡ് എമിഷൻ ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട്. രണ്ടാമത് ഇതിൻ്റെ ബയ്യിങ്ങും സെല്ലിങ്ങും ആ ഒരു സ്ട്രാറ്റജിയിലൂടെ കൊണ്ടുപോകുന്നത് കൊണ്ട്, ടാസ്ക് എന്ന രൂപേണ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് കോയിൻ്റെ വില നല്ല രീതിയിൽ തന്നെ പമ്പ് ചെയ്ത് പതുക്കെ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്ററായിട്ട് മാത്രം നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം $10 കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് പാക്കേജ് എടുക്കുക. പിന്നീട് 1500 IMC കോയിൻ ബൈ ചെയ്ത് നമ്മളെന്ത് ചെയ്യുക? സ്റ്റേക്കിങ് കൊടുക്കുക. സ്റ്റേക്കിങ് കൊടുത്താൽ ഉടൻ തന്നെ നമുക്ക് അപ്പോൾ തന്നെ ടാസ്ക് എന്ന് പറഞ്ഞ കോളത്തിൽ നമുക്ക് അന്നത്തെ ടാസ്ക് ചെയ്യാൻ പറയും. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു 7 ദിവസം കഴിയുന്ന സമയം നമുക്ക് ഈ 15 IMC വെച്ച് 7 ദിവസം നമുക്ക് ഇൻകമായി അവർ തരും. ഇനി 7 ദിവസം കഴിഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇത് വിഡ്രോ ചെയ്ത് സെല്ലൗട്ട് ചെയ്ത് നിങ്ങൾക്ക് പോകാം. വെറും $900, $10 ഏകദേശം ഒരു $900 അടുത്തേ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുള്ളൂ. മനസ്സിലായോ? ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ അടിച്ച് പുറത്തു പോകാം. അതുപോലെ തന്നെ ഇതിലുള്ള ഏത് കോൺട്രാക്റ്റ് ആയാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. 24/7 നമുക്ക് വിഡ്രോ ചെയ്ത് നമുക്ക് USDT ആക്കി മാറ്റാം. ഇനി 7 ദിവസം കഴിഞ്ഞ വ്യക്തിക്ക് വീണ്ടും 7 ദിവസം ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻവെസ്റ്ററുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇൻവെസ്റ്ററായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് 1500 IMC എടുത്ത് നിങ്ങൾ ആദ്യം ലേണിംഗ് ചെയ്യുക. 7 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ 7 ദിവസത്തെ പാക്കേജ്, അതായത് ലേണിംഗ് കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. അടുത്ത കോഴ്സ് പ്രാക്ടീസ് മോഡാണ്. ഇത് വേണം നിങ്ങൾ അടുത്തത് എടുക്കാൻ. അതായത് 6000 IMC കോയിൻ എടുക്കണം. കാരണം 1500 നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, പ്ലസ് അതിൻ്റെ പ്രോഫിറ്റുമുണ്ട്. പിന്നെ ബാക്കിയുള്ളത് 4500 സംതിങ് കോയിൻ നിങ്ങൾ എടുത്തുക. 45 ദിവസത്തേക്കാണ് ഈ ഒരു ടാസ്ക് പ്രാക്ടീസ്. ഇതിൽ നിങ്ങൾക്ക് 25 IMC കോയിൻ വെച്ചിട്ടായിരിക്കും കിട്ടുക. 25 IMC കോയിൻ വെച്ച് നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും. വെറുതെ അല്ല, നിങ്ങൾക്ക് ടാസ്ക് ചെയ്താലേ കിട്ടുകയുള്ളൂ. നിങ്ങൾ ഈ 6000 കോയിൻ സ്റ്റേക്ക് ചെയ്തു എന്ന് വെച്ച് നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. എല്ലാ ദിവസവും നിങ്ങൾ ഈ മിൻറ്റേഴ്സ് ഫോഴ്സിൽ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ 15000 IMC ആണ്. ഇവിടെ 120 ദിവസത്തേക്ക് ടാസ്ക് ഉണ്ടാകും. 60 IMC കോയിൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ 45ഉം ഈ 45 മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ കോൺട്രാക്റ്റും നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ചെയ്യാം. 7 ദിവസത്തെ ലേണിംഗ് കോഴ്സ് ഒഴിച്ച് ബാക്കി നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ 6000 IMC കോയിൻ നിങ്ങൾ സ്റ്റേക്ക് ചെയ്തു, അത് 45 ദിവസമാകുമ്പോൾ അതിൻ്റെ 45 × 25 അത്രയും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഈ 6000 വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീസ്റ്റേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം 45 ദിവസം. ഇനി അതല്ല, ഈ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം നേടാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾക്ക് സൈൻ ചെയ്ത് കയറാം. 15,000 IMC 120 ദിവസത്തേക്കാണ്. അത് നിങ്ങൾ സൈൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 IMC ടോക്കൺ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് റീ എൻട്രി പോസിബിൾ ആണ്. കാരണം 120 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് IMC കോയിൻ വീണ്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോഴുള്ള വിലയായിരിക്കത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ. കാരണം ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഏകദേശം ഒരു 3-3.5 മാസമേ ആയുള്ളൂ, ഇംപ്ലിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓൾ ഓവർ ദ വേൾഡ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കയറി നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം നല്ല രീതിയിൽ പ്രയോജനമുണ്ടാകും. അത് നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ, പ്രോഫിറ്റും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തടുത്ത വീഡിയോയിൽ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ 3000 IMC ആണ്. അത് 300 ദിവസത്തേക്കുള്ള ടാസ്ക്കാണ്. 3000 IMC നിങ്ങൾ കൊടുത്ത് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 300 ദിവസം നിങ്ങൾക്ക് ഓരോ ടാസ്ക് ചെയ്ത് 175 IMC കോയിൻ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ 10 എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 10 സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ 5 ലെവല് ഗ്ലോബലിൽ നിന്നുള്ള 5 ലെവല് സപ്പോർട്ട് നമുക്ക് കിട്ടും. മുകളിൽ നിന്നും 5 ലെവല് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന 5 പേരുടെ കയ്യിൽ നിന്നും നമ്മൾക്ക് 0.5% USDT ആയിട്ടും 0.5% USDTക്ക് തത്തുല്യമായ IMC കോയിനായിട്ട് നമ്മുടെ വാലറ്റിൽ കയറും. അപ്പോൾ നമ്മൾ $10 മുടക്കി നമ്മൾ ഈ പാക്കേജ് എടുക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ ആ സമയത്ത് 10 പേര് നമ്മുടെ മെമ്പർഷിപ്പിലേക്ക് വരികയാണ്. നമ്മുടെ സപ്പോർട്ടിന് വേണ്ടി ഗ്ലോബൽ ടീംസ് നമുക്ക് വരികയാണ്. 5 പേര് നമുക്ക് മുന്നിലുള്ളവരും 5 പേര് നമുക്ക് പിന്നിലുള്ളവരും. ഇതാണ് മിൻറ്റേഴ്സിൻ്റെ പാക്കേജിൻ്റെ ഇത് റെഫർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് പറ്റില്ല. ഇതെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചതിന് ശേഷം ഇത് ഉപകാരമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത പാക്കേജ് $50 മുടക്കി നിങ്ങൾക്ക് പ്രൊമോട്ടറാവാൻ പറ്റും. പ്രൊമോട്ടർ ആയിക്കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള റെഫറൽ കോഡ് വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് റെഫറൽ കോഡ് ഉണ്ടാകത്തില്ല. പ്രൊമോട്ടർ എന്ന് പറഞ്ഞ ഇയർലി സബ്സ്ക്രിപ്ഷൻ പാക്കേജ് എടുത്താൽ മാത്രമേ അവിടെ ഒരു പ്രൊമോഷനുള്ള ലിങ്ക് അവിടെ ഫോം ചെയ്യുകയുള്ളൂ. അത് മറ്റുള്ള ഇൻഡസ്ട്രിയെ പോലെ ഇമെയിൽ ID യോ ടെലിഫോൺ നമ്പറോ ഒന്നും വേണ്ട. റെഫർ ലിങ്ക് ആയിട്ട് ഇവിടെ എല്ലാം ID to ID അല്ല, വാലറ്റ് ടു വാലറ്റ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് റിസീവ് അഡ്രസ്സ് വെച്ചിട്ടാണ് ആ ഒരു റെഫർ ലിങ്ക് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അതുവഴിയാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ റിസീവ് അഡ്രസ്സ് വെച്ചിട്ടാണ് ഇവിടെ ID രജിസ്റ്റർ ആകുന്നതും നമുക്ക് റെഫറൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ വാലറ്റ് ടു വാലറ്റ് കണക്ഷൻ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ 50 USDT മുടക്കി നമ്മൾ പ്രൊമോട്ടർ ആയാൽ നമുക്ക് 10 അപ്ലൈനും 10 ഡൗൺലൈനും നമുക്ക് ഗ്ലോബലിൽ നിന്നും സപ്പോർട്ട് ഉണ്ടാകും. അതായത് 10 പേര് നമുക്ക് മുന്നിലുള്ള ആൾക്കാരും 10 പേര് നമുക്ക് പിന്നിലുള്ള ആൾക്കാരുടെയും 1% അതായത് 0.5% USDT ആയിട്ടും 0.5% IMC അതായത് USDTക്ക് തുല്യമായ IMC കോയിനായിട്ട് നമുക്ക് അവിടെ കയറും. അത് ഗ്ലോബലിൽ അവർ എടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ 0.5 ആണ്. അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മളിപ്പം $10 കൊടുത്തു കയറി. ഓക്കെ, നമ്മൾ $10 കൊടുത്തിപ്പം കയറുന്ന ഈ മൂമെൻറ്റിൽ നമുക്ക് മുന്നിൽ വലിയ പാക്കേജ് എടുത്തിട്ടാണ് അവർ കയറുന്ന ആൾക്കാർ നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ 5 പേരെങ്കിൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ ഫീസിൻ്റെ, അതായത് 10, 50, 200 ഈ സബ്സ്ക്രിപ്ഷൻ ഫീസിൻ്റെ 0.5% ആണ് നിങ്ങൾക്ക് കയറുന്നത്. അല്ലാതെ നിങ്ങൾ ഏതാണോ പാക്കേജ് എടുക്കുന്നത് അതിൻ്റെ അല്ല. നിങ്ങൾക്ക് മുന്നിൽ ഏതാണോ പാക്കേജ് എടുത്ത് നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ 5 പേരുടെ 0.5% ആണ് നിങ്ങൾക്ക് കയറുന്നത് ആദ്യത്തെ പാക്കേജിൽ. രണ്ടാമത്തെ പാക്കേജിൽ 10 പേരുടെ നിങ്ങൾക്ക് മുന്നിലുള്ളതും നിങ്ങൾക്ക് പിന്നിലുള്ളതുമായ ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ ഫീസിൻ്റെ 0.5% വെച്ച് നിങ്ങൾക്ക് കയറും. അങ്ങനെ 1% കയറും. ഇനി എക്സ്പാൻഡേഡ് ആണെങ്കിലും 15 പേരാണ് കയറുക. എക്സ്പാൻഡേഴ്സ് നമ്മൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ 15
പേര് നമുക്ക് മുന്നിലുള്ളവരും 15 പേരുടെ സബ്സ്ക്രിപ്ഷൻ പാക്കേജിൻ്റെ 0.5% നമുക്ക് USDT ആയിട്ടും 0.5% IMC കോയിനായിട്ടും നമുക്ക് 15 മുന്നിലും 15 പിന്നിലുമായിട്ട് നമുക്ക് കയറും. പിന്നെ എക്സ്പാൻഡേഴ്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് പാക്കേജും ഏത് കോൺട്രാക്റ്റും ഓൺ ദ സ്പോട്ടിൽ സൈൻ ചെയ്യാമെന്നുള്ളതാണ്. എക്സ്പാൻഡേഴ്സിന് വീണ്ടും വേറെ ഗുണങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലായിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ എക്സ്പാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാക്കേജ് എടുക്കുന്ന ആൾക്കാർക്ക് ഇതിലുള്ള ഫസ്റ്റ് ലേണിംഗ് കോഴ്സ് കണ്ടക്ട് ചെയ്യണമെന്നില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇതിൽ മറ്റുള്ള എല്ലാ കോൺട്രാക്റ്റും ഏതെങ്കിലും അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ തന്നെയും അവർക്ക് ഏറ്റവും ടോപ്പിലുള്ള കോൺട്രാക്റ്റ് നേരിട്ട് തന്നെ അവർക്ക് കയറാൻ സാധിക്കും. ഇനി പ്രൊമോട്ടർ ആണെങ്കിൽ അവർക്ക് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റ് 50 വീക്ക്, ഈ 50 വീക്കിൻ്റെത് എക്സ്പാൻഡേഴ്സിന് മാത്രമേ ഉള്ളൂ. കണ്ടോ, 50 വീക്കിൻ്റെ ഈ 9000 IMC കോയിൻ സ്റ്റേക്ക് ചെയ്യുന്ന ഈ ഒരു കോൺട്രാക്റ്റ് എക്സ്പാൻഡേഴ്സിന് മാത്രമേ ഉള്ളൂ. പ്രൊമോട്ടേഴ്സിന് അത് ചെയ്യാൻ പറ്റില്ല. മിൻറ്റേഴ്സിന് തുടക്കം മുതൽ 1, 2, 3 എന്നുള്ള ആ ഒരു രൂപത്തിൽ തന്നെ വരണം. മിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്ററായി നിൽക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ലേണിംഗ്, രണ്ടാമത്തത് പ്രാക്ടീസ്, റെഗുലർ ടാസ്ക്, അങ്ങനെ നമുക്ക് കൂട്ടി വേണേൽ പിന്നീട് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. ഇഷ്ടമാണെങ്കിൽ മാത്രം. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു കോൺട്രാക്റ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തുകൊണ്ട് പോകാം. 24/7 നമുക്ക് ഏത് സമയത്തും ഇതിൽ നിന്നും വിഡ്രോ ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് 3 പ്ലാനാണുള്ളത്. 10 USDയുടെ പാക്കേജ്, എല്ലാം 1 ഇയർ ആണ്. അടുത്തത് 50 USD, അടുത്തത് 200 USD. ഇത് മൂന്നിലും നമുക്ക് ഒരുപോലെ തന്നെയാണ് ഇൻകങ്ങൾ. പക്ഷേ 10 USD എടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കൊരു ഇൻവെസ്റ്ററായിട്ട് നിൽക്കാം. മറ്റ് 2 സബ്സ്ക്രിപ്ഷൻ പാക്കേജിലും അവർക്ക് പ്രൊമോഷൻ ചെയ്യാം. പിന്നെ പ്രൊമോട്ടേഴ്സും എക്സ്പാൻഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. എക്സ്പാൻഡേഴ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നേരിട്ട് നമുക്ക് എല്ലാ പാക്കേജും എല്ലാ കോൺട്രാക്റ്റും ഒരേപോലെ നമുക്ക് സൈൻ ചെയ്ത് നമുക്ക് പോകാം. അത് മാത്രമല്ല, എക്സ്പാൻഡേഴ്സ് തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് ആക്റ്റീവ് എക്സ്പാൻഡേഴ്സും 2 മാസ്റ്റർ എക്സ്പാൻഡേഴ്സും. അപ്പോൾ എന്താണ് ആക്റ്റീവ് എക്സ്പാൻഡേഴ്സ് എന്നും എന്താണ് മാസ്റ്റർ എക്സ്പാൻഡേഴ്സ് എന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നമുക്ക് പ്ലാൻ പറഞ്ഞു പോകാം. ഇത് ഞാൻ കണ്ടിടത്തോളം നല്ല ഒരു പ്രൊജക്റ്റാണ്. നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. വളരെ സുരക്ഷിതമായി തന്നെ നമുക്കിത് പോകാൻ പറ്റും. എന്നിരുന്നാലും നിങ്ങളിത് പഠിച്ചു മനസ്സിലാക്കി ഇതിൻ്റെ തന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ നോക്കി മനസ്സിലാക്കി, അതിനാണ് നിങ്ങൾക്ക് 7 ദിവസത്തെ ലേണിംഗ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് കോയിൻ വിഡ്രോ ചെയ്ത് കോയിൻ സെൽ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. IMC കോയിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാൻ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കാനും നിങ്ങൾ മറക്കരുത്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ആക്കി വെക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.